സുഹൃത്തെ, ഞാൻ ജസിൽ മാസ്റ്റർ ജിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് കേരള സർക്കാരിൽ അല്ലെങ്കിൽ കേരള PSC വഴി പൊതുമരാമത്ത് വകുപ്പിൽ ലൈൻമാൻ വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ ഫീസ്, അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസായിരിക്കും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് മാസ്റ്റർ ജി കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ ഭാഗത്തു നിന്ന് ഒരു ലൈക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈക്കും കമൻറ്റും കാര്യങ്ങളോ സപ്പോർട്ടുകളൊക്കെ നമ്മൾ ദിവസവും കൂടുതൽ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കും. എന്നാൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കാറ്റഗറി നമ്പർ 533/2023 എന്ന പ്രകാരമാണ് ഇപ്പോൾ കേരള PSC ഈ ഡിസംബർ 15-ാം തീയതി വന്ന പുതിയ നോട്ടിഫിക്കേഷനിൽ ലൈൻമാൻ വേക്കൻസി വിളിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഇത് പൊതുമരാമത്ത് വകുപ്പിലെ ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്കാണ് ലൈൻമാൻ വേക്കൻസി വന്നിട്ടുള്ളത്. 26,500 രൂപ മുതൽ 60,700 രൂപ വരെയാണ് സാലറി വരുന്നത്. ജില്ലാ അടിസ്ഥാനത്തിലായിരിക്കും വേക്കൻസികൾ ഉണ്ടാവുക. ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ എത്ര എന്നുള്ളത് പറഞ്ഞിട്ടില്ല. സാധാരണ നിങ്ങൾ ഇതിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷന് ശേഷം എക്സാമിനേഷൻ ഉണ്ടാവും. എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ലിസ്റ്റിൻ്റെ കാലാവധി 1 വർഷമാണ്. ചിലപ്പോൾ അത് 3 വർഷം വരെയൊക്കെ ലിസ്റ്റ് നിലനിൽക്കാറുണ്ട്. അടുത്ത എക്സാമിനേഷൻ വരെയൊക്കെ ലിസ്റ്റ് നിലവിലുണ്ടായിരിക്കും. അതുവരെ വരുന്ന റിപ്പോർട്ട് ഒഴിവുകളൊക്കെ ഇത് പ്രകാരമായിരിക്കും നികത്തുക. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിൻ്റെ പ്രായപരിധി നോക്കാം. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 19 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ 2/1/1987 1/1/2004 ഇടയിൽ ജനിച്ചവർ ആയിരിക്കണം. ഇത് പിന്നെ SC/STക്കാർക്ക് 5 വർഷത്തെയും OBCക്കാർക്ക് 3 വർഷത്തെയും പ്രായത്തിൻ്റെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ PWD കാൻഡിഡേറ്റ്സിനൊക്കെ അതിൻ്റേതായിട്ട് അല്ലെങ്കിൽ അംഗവൈകല്യമുള്ള കാൻഡിഡേറ്റ്സിന് അതിൻ്റേതായിട്ടുള്ള പ്രായത്തിൻ്റെ ഇളവ് ലഭിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത കുറഞ്ഞത് SSLC നിലവാരത്തിലുള്ള അടിസ്ഥാന യോഗ്യത ഉണ്ടായിരിക്കണം. SSLC ആണ് കുറഞ്ഞ യോഗ്യത. പിന്നെ ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് 1 വർഷത്തിൽ കുറയാതെയുള്ള പഠനത്തിന് ശേഷം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ്, ഒന്നിനെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ യോഗ്യത. ഓക്കെ, അല്ലെങ്കിൽ സിറ്റി ആൻഡ് ഗിൽഡ്സ് ഓഫ് ലണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും AC ഇൻ്റർമീഡിയറ്റ് ഗ്രേഡിലുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പരീക്ഷ പാസ്സായിരിക്കണം. അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ലൈറ്റ് പവറിംഗ് KGT അല്ലെങ്കിൽ NGT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ വാർ ടെക്നിക്കൽ ട്രെയിനിങ് സെൻറ്ററിൽ നിന്നും ഇലക്ട്രീഷ്യനായോ ലൈൻമാനായോ ലഭിച്ചിട്ടുള്ള ഗ്രേഡ് 3 സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതെന്ന് വെച്ചാൽ SSLC മാത്രം പോരാ, ഇലക്ട്രിക്കൽ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ITI അതേമാതിരി എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റാണ് www.kerala.psc.gov.in. അപ്ലൈ ചെയ്യാൻ പ്രത്യേകിച്ച് ഫീസുകളൊന്നുമില്ല. നിങ്ങൾ കേരള PSCയുടെ ഈ വെബ്സൈറ്റ് കയറിയിട്ട് നിങ്ങളുടെ 1 ടൈം ആയിട്ടുള്ള പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ശേഷം ഞങ്ങൾക്കൊരു യൂസർ നെയിമും പാസ്വേഡും ലഭിക്കും. ആ യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്യാൻ പറ്റും. ആ സെറ്റ് ചെയ്ത പാസ്വേഡും യൂസർ നെയിം പാസ്വേഡായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസീസ് ഉണ്ടാവും. ആ ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസിയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ലൈൻമാൻ എന്നുള്ള വേക്കൻസിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തായാലും ഇത്രത്തോളം കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോ നോക്കാനുള്ളത്. എന്തായാലും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അവസാനിക്കേണ്ട അവസാന തീയതി ജനുവരി 17-ാം തീയതിയാണ് രാത്രി 12 വരെ. എന്തായാലും വെബ്സൈറ്റ് മറക്കണ്ട, www.kerala.psc.gov.in. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷ അയക്കാവുന്നതാണ്. എന്നാൽ ഇത്രത്തോളം കാര്യങ്ങളാണ് നമുക്ക് വീഡിയോ നോക്കാനുള്ളത്. ആദ്യമായിട്ട് മാസ്റ്റർ ജി കണ്ടിട്ടുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ.